നമ്മുടെ ഫോണിൽ നിരവധി ജങ്ക് ഫയലുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാത്ത ഫോൾഡറുകളിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡിലീറ്റ് ചെയ്ത് വിട്ടാലും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കൂട്ടാനായിട്ട് ഈ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഫോൾഡറുകൾ എവിടെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ ജങ്ക് ഫയലുകൾ ഇതിൽ കിടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ തന്നെ നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ സമയത്ത് എത്ര മെമ്മറി സ്പേസ് നമ്മുടെ ഫോണിലുണ്ടോ അത്രയും മെമ്മറി സ്പേസ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഫയൽ മാനേജർ ഉണ്ടാകും. ചില ഫോണുകളിൽ മൈ ഫയൽ എന്നായിരിക്കും ഉണ്ടാവുക, ചില ഫോണുകളിൽ ഫയൽ എന്നായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എൻ്റെ ഫോണിൽ ഇത്തരത്തിലാണ് ഉള്ളത്, നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു 3 വര കാണുന്നില്ലേ, ചിലതിൽ 3 ഡോട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ 3 വരയാണുള്ളത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന ആ ഒരു ഭാഗത്തിലേക്ക് പോവുക. പോയതിനു ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഷോ ഹിഡൻ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഭാഗം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ആൻഡ്രോയിഡ് എന്നൊരു ഓപ്ഷൻ കാണില്ല, ആൻഡ്രോയിഡ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ com.whatsapp എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും താഴെ മീഡിയ എന്നൊരു ഓപ്ഷൻ ഒന്നുകൂടി നമുക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ വാട്സപ്പ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലാണ് നമ്മളിനി അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് അയച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്നിരിക്കുന്നതായിട്ടുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പ്രൈവറ്റും അതുപോലെ തന്നെ സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ സെൻഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സെൻഡ് ചെയ്തതിൻ്റെ എല്ലാ ഫോട്ടോസും ഒരു പകർപ്പ്, അതായത് കോപ്പി ഇവിടെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഹിഡൻ ഫോൾഡർ എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ ഓൺ ചെയ്താൽ മാത്രമേ ഈ ഒരു ഫോൾഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഫോട്ടോസുകളൊക്കെ ഇവിടെ സ്റ്റോറായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് മാക്സിമം എത്ര GB ഉണ്ടാകുമെന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോഴൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നല്ല രീതിയിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ എല്ലാത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാം ഒന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കോപ്പി മാത്രമാണ് ഡിലീറ്റ് ആയി പോവുക, അല്ലാതെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു വേണ്ടപ്പെട്ട ഫയൽസുകളൊന്നും ഡിലീറ്റ് ആവുകയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഡിലീറ്റ് ചെയ്ത സാധനം നമ്മുടെ ട്രാഷിൽ പോയി കിടക്കുന്നുണ്ടാകും. അതുകൂടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ ഇത് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്തായാലും ഇത് ഗാലറിയിലും ഉണ്ടാകും, കാരണം ഇത് കോപ്പിയാണ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ കാണുന്ന ആ ഡിലീറ്റ് എന്ന ആ ഒരു ഭാഗം ഒന്ന് ഡിലീറ്റ് ചെയ്ത് ട്രാഷിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ട്രാഷിലായിരിക്കും പോയി കിടക്കുന്നത്. അത് എവിടെയാണ് കിടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്തത് വാട്സപ്പ് ഇമേജാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പ് വീഡിയോസാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെൻഡ് എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നോ മീഡിയ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു വീഡിയോസും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. നിങ്ങളുടെ ഫോണിൽ അത്തരത്തിലുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവനുമായി നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് ഡിലീറ്റ് ചെയ്ത് വിടുക. ഡിലീറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ പോവുക. ബാക്കിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഈ ഇൻ്റർനെറ്റ് സ്റ്റോറേജ് എന്നുള്ള എന്ത് എടുക്കുന്നതിൽ ഇവിടെ ട്രാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ അതൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് വിടുക. നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നത് കൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത്.
അതിനുശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ഫയൽ മാനേജറിൻ്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം ചില ഫോണുകളിൽ ട്രാഷ് എന്ന് താഴെ കിടക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടാകും. എന്നാൽ ഈ ഫോണിൽ ട്രാഷ് എന്നുള്ളത് മുകളിൽ കാണുന്ന ആ 3 വര കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമുക്കിവിടെ ട്രാഷ് എന്നുള്ളതിൽ കിടക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഞാനത് ഡിലീറ്റ് ചെയ്ത് വിട്ടത് കൊണ്ടാണ് ഇവിടെ കാണാത്തത്. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ ഗാലറി ഇതേ കോപ്പി തന്നെ ഉണ്ടോ എന്ന് നോക്കുക ആദ്യം. അതിനുശേഷം മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്കതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ മുഴുവനുമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഡിലീറ്റ് ചെയ്ത് വിടുക. ഫോണിൽ നമ്മൾ ചില ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് 50 MB 60 MB ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ 2 GB 3 GB ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് വളരെയധികം പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. ഫോൺ വളരെയധികം ഹാങ് ആകും, ചൂടാകും, സ്ലോ ആകും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സി ആൾ ആപ്പ് എന്നുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നോക്കുക, നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മെമ്മറി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ ക്രോം എന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ 646 MB ആണ് ഉള്ളത്. അതിന് ഈ ഒരു ക്രോം എന്ന ആപ്ലിക്കേഷൻ ഇത്ര MB ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ഒരു ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാഷ് 502 MB ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 502 MB പറയുന്ന സമയത്ത് അത് ഏകദേശം 1/2 GB ഓളമായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ 502 MB നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അതായത് നമ്മുടെ ഫോൺ മെമ്മറി 502 MB കൂടുന്നതാണ്. അതുപോലെ തന്നെ ഒന്നുകൂടി ബാക്കിലേക്ക് വരിക. ശേഷം ഒന്നുകൂടി ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിലായിരിക്കും ഇത്തരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ യൂട്യൂബ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇത്ര 1.7 GB ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിലും ഇത്തരത്തിൽ തന്നെ കിടക്കുന്നുണ്ടാകും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാഷ് 774 MB ആണ് കിടക്കുന്നത്. അതായത് 3/4 GB ഇതിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ അതും കൂടി ഡിലീറ്റ് ചെയ്ത് വിടുക. ക്ലിയർ ക്യാഷ് എന്ന് മാത്രം കൊടുക്കുക. ഒരിക്കൽ നിങ്ങൾ ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കരുത്. ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന Gmail ID പാസ്വേഡും എല്ലാം തന്നെ അവിടെ നിന്നും ക്ലിയർ ആയി പോകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് മാത്രം കൊടുക്കുക. ഓക്കെ, ആ ഒരു 774 MB നമുക്ക് നമ്മുടെ ഫോണിലേക്ക് തിരികെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശേഷം ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നോക്കുക. അതിലെത്ര MB ആണുള്ളത് അതെല്ലാം നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ശേഷം നമ്മുടെ സെറ്റിങ്സിൽ തന്നെ തിരിച്ച് വരിക. സെറ്റിങ്സിൽ ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര GB എവിടെയൊക്കെ കിടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എന്നൊക്കെ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ടെമ്പററി സിസ്റ്റം ഫയൽസ് എന്നുള്ളത്, അതായത് ടെമ്പററി ആയിട്ട് കിടക്കുന്ന സിസ്റ്റം ഫയൽസുകൾ ഇവിടെ എൻ്റെ ഫോണിൽ 5.2 GB ആണുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 15 ഉപയോഗിക്കുന്നത് 8.1 GB ആണ്. ഇതൊന്നും നമുക്കിതിൽ തൊട്ട് കഴിഞ്ഞ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാൻ സാധിക്കില്ല. അത് നമ്മുടെ ഫോണിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അത് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി താഴേക്ക് തന്നെ വരിക. ഇവിടെ നമ്മൾ മുൻപ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു മൈ ഫയൽ എന്നുള്ളത്, നമ്മളിതിവിടെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുക. ഇവിടെ ഫ്രീ അപ്പ് സ്പേസ് എന്നൊരു ഭാഗം കാണുന്നില്ലേ, അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ജങ്ക് ഫയൽസുകളും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസുകൾ ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു ഫോട്ടോ ആണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ
അതേ രീതിയിലുള്ള മറ്റു ഫോട്ടോസും ഉണ്ടാകും. ഒരു ഫോട്ടോസിന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന് പറയാം. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ജങ്ക് ഫയൽ എന്നുള്ളതിൻ്റെ അവിടെ ക്ലിയർ എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത്തരത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടുന്ന സമയത്ത് അതിൽ ആ ഒരു 59 MB നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്നുള്ളത് അതിൽ കൂടി നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഏതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയലായിട്ട് കിടക്കുന്നത്, അത് 2 എണ്ണമാണ് അല്ലെങ്കിൽ 3 എണ്ണം ആണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് മാത്രം ഒറിജിനൽ എന്നുള്ളതുണ്ടാകും. ആ ഒറിജിനൽ താഴെ എഴുതിയിട്ടുണ്ടാകും, നിങ്ങൾ നോക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതിൻ്റെ അവിടെ ഒറിജിനൽ എന്നൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളൊന്ന് ഇത്തരത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സെലക്ട് ആകും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത എല്ലാ ഫയൽസുകളും ഇത്തരത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മൂവ് ടു ഫയൽ ടു ട്രാഷ് എന്ന് ഉണ്ടാവില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ ടിക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഡിലേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നില്ലേ ഒരു ട്രാഷ് എന്നുള്ളത്, അതിൽ പോയി കിടക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിൽ കാണുന്ന ആ 3 വരിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ട്രാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത് 2 ഫോട്ടോസുകൾ നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ ഗാലറി പോയി നോക്കുക, ഇതിൻ്റെ തന്നെ ഒരു കോപ്പി അവിടെ കിടക്കുന്നതാണ്. അതായത് അതാണ് ഒറിജിനൽ, അതിൻ്റെ കോപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കളയുന്ന ഫോട്ടോസുകളാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. എല്ലാം ഒന്ന് ഓൾ സെലക്ട് എന്ന് കൊടുക്കുക, ശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഈ ട്രാഷ് ഒന്നും നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും അത് 30 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.